വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 21-73-5 ജൂലൈ 2021 കേരള സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 60ഓളം ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ബേർഡ് വെർട്ടിബ്രേ ആർ. ബേർഡ് വെർട്ടിബ്രേ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ഹെട്രോസീലസ്. അടുത്തത് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം ഇൻ പോറിഫറ. പോറിഫറ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള കനാൽ സിസ്റ്റം, ആസ്കൺ, ലൂക്കൺ, സൈക്കൺ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഏതാണ്? ആസ്കൺ ടൈപ്പ് ആണ് സിംപ്ലസ്റ്റ് ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, അരിസ്റ്റോട്ടിൽ ലാൻഡേൺ ഒക്കർ ഇൻ വിച്ച് ക്ലാസ്? അപ്പൊ ഏത് ക്ലാസ്സിലാണ് അരിസ്റ്റോട്ടിൽ ലാൻഡേൺ ഉള്ളത്? എക്കിനോയിഡിയയിലാണ്. ഓപ്ഷൻ എ എക്കിനോയിഡിയ. അടുത്തത് ക്ലീവേജ് ഇൻ മാമൽസ് ഈസ്. മാമൽസിലുള്ള ക്ലീവേജ് ഏതാണ്? ഓപ്ഷൻ ബി ഹോളോബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ്. അപ്പൊ ഹോളോബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ് ആണ് മാമൽസിലുള്ളത്. അടുത്തത് വാട്ട് ഈസ് ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഓർഗാനോഫോസ്ഫേറ്റ് ഇൻസെക്ടിസൈഡ്സ്? എന്താണ്? ഓപ്ഷൻ ബി ചേഞ്ചിങ് ദ അയൺ പെർമിബിലിറ്റി ഓഫ് മെംബ്രെയിൻ. അടുത്തത് കോർപ്പറ കാർഡിയേക്ക പ്രൊഡ്യൂസ്. കോർപ്പറ കാർഡിയേക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രോതൊറാസിക്കോട്രോപിക് ഹോർമോൺ. അടുത്തത് ലൈക്കൺസ് ആർ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ്. ലൈക്കൺസ് ആർ ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ്. ഓപ്ഷൻ ഡി എയർ പൊല്യൂഷൻ. അടുത്തത് വിത്ത് റെഫറൻസ് ടു ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഏതാണ്? 1, 2 and 3 ഏതൊക്കെയാണ്? ഡികമ്പോസേഴ്സ് ആർ നോൺ ആസ് സാപ്രോട്രോപ്സ്. അപ്പോൾ ഡികമ്പോസേഴ്സിനെയാണ് സാപ്രോട്രോഫ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണ്. ഡെഡ് പ്ലാന്റ് റിമെയിൻസ് സച്ച് ആസ് ലീഫ്, ബാർക്ക്, ഫ്ലവേഴ്സ് ആൻഡ് ഡെഡ് റിമെയിൻസ് ഓഫ് അനിമൽസ് ഇൻക്ലൂഡിംഗ് ഫീക്കൽ മാറ്റർ constitute detritus. Okay, detritivores break down detritus into small particles. This process is called fragmentation. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസെക്ട് എംബ്രിയോ അണ്ടർഗോ. അത് നമുക്കറിയാലോ, സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ഫോമിംഗ് സിൻസീഷ്യം. ഓക്കെ, അതാണ് ഇൻസെക്ട് എംബ്രിയോ അണ്ടർഗോ ചെയ്യുന്ന ക്ലീവേജ് ആണ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ഫോമിംഗ് സിൻസീഷ്യം. അടുത്തത് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആർ ഡാഷ് വൈറസ് അഡൽട്ട് സ്റ്റെം സെൽസ് ആർ ഡാഷ്. എംബ്രിയോണിക് സ്റ്റെം സെൽസ് പ്ലൂറിപോട്ടന്റും അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് മൾട്ടിപോട്ടന്റും ആയിരിക്കും. ഇനി ഇൻ ഫ്രോഗ് ദ സ്പേംസ് റിലീസ്ഡ് ഫ്രം ദ ടെസ്റ്റിക്സ് take the following route to reach the ureter. ഏതാണ്? വാസ എഫറൻഷ്യ, ബിഡേഴ്സ് കനാൽ, യൂറിനിഫറസ് ട്യൂബിൾ ആൻഡ് നെഫ്രോട്ടോം. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലാർവൽ കണ്ടീഷൻ ഈസ് നോൺ ആസ് പെഡഗോമി. ഓപ്ഷൻ എ പെഡഗോമി. അടുത്ത ക്വസ്റ്റ്യൻ, the notochord is one of a few prominent structural feature in chick embryo of about 18 hours. ഓപ്ഷൻ ബി 18 hours. അടുത്തത് വാട്ട് ഈസ് ടൗട്ടോണിം. ഇതൊരു ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ടൗട്ടോണിം? ഐഡന്റിക്കൽ നെയിം ഓഫ് ജീനസ് ആൻഡ് സ്പീഷീസ്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കവർഡ് അണ്ടർ ടാക്സോണമി? ഏതാണ്? ഓപ്ഷൻ സി ഡെൽറ്റ ടാക്സോണമി. അടുത്തത് ഹോളോടൈപ്പ് ഈസ് എ സ്പെസിമെൻ. ഹോളോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമൻക്ലേച്ചർ ടൈപ്പ് യൂസ്ഡ് ബൈ ഓതർ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ എന്തൊക്കെ കുറെ ഇമ്യൂണോഗ്ലോബിൻസ് ഉണ്ട്. IgM, IgG, IgA, IgE. അതിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് IgE എന്ന് പറയുമ്പോൾ അലർജിക്കും അല്ലെങ്കിൽ സെറത്തിലുള്ളതാണ്. A എന്ന് പറയുന്നത് മ്യൂക്കസിലുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സെറോ മ്യൂക്കസ് സെക്രീഷൻ, അപ്പൊ അതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. IgM എന്ന് പറഞ്ഞാൽ IgM എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ദ പ്രൈമറി ആന്റിജനിക് സ്റ്റിമുലസ്. IgG എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തസൈസ്ഡ് ഡ്യൂറിംഗ് സെക്കൻഡറി റെസ്പോൺസ്. IgA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ സെറോ മ്യൂക്കസ് സെക്രീഷൻ. IgE എന്ന് പറഞ്ഞാൽ സെറം. അടുത്തത് ഫൈലോജനറ്റിക് സിസ്റ്റം ഡിഫർ ഫ്രം എ നാച്ചുറൽ സിസ്റ്റം ഇൻ ഇറ്റ് സ്ട്രെസ് ഓൺ. ഓപ്ഷൻ ഡി ഒറിജിൻ ആൻഡ് എവല്യൂഷണറി ട്രെൻഡ്. അടുത്തത് ലെക്ടോടൈപ്പ്. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി സ്പെസിമെൻ സെലക്ടഡ് ഫ്രം ഒറിജിനൽ മെറ്റീരിയൽ ഫോർ നോമൻക്ലേച്ചർ ടൈപ്പ് വെൻ ദർ ഈസ് നോ ഹോളോടൈപ്പ്. അടുത്തത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൊക്കേഷൻ ഡസ് ബൈൽ എൻ്റർ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്? ഓപ്ഷൻ ബി ഡിയോഡിനം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ വെർ ദ കരോട്ടിഡ് പൾസ് ക്യാൻ ബി ഫൗണ്ട്? എവിടെയാണ്? ഓപ്ഷൻ ഡി ഓൺ ദ ആന്റിയർ സൈഡ് ഓഫ് ദി നെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ നെക്ക് ഓഫ് ബ്ലാഡർ ആൻഡ് സറൗണ്ട് ദ യുറേത്ര? ഓപ്ഷൻ ബി പ്രോസ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലിംഫോയിഡ് ഓർഗൻ ദാറ്റ് ഈസ് റിസർവിയർ ഫോർ RBC ആൻഡ് ഫിൽറ്റർ ഓർഗാനിസംസ് ഫ്രം ബ്ലഡ്? ഏതാണ്? സ്പ്ലീൻ. അടുത്തൊരു അസോഷൻ ആണ്, ഡ്യൂറിംഗ് DNA സിന്തസിസ് ദ ന്യൂലി സിന്തസൈസിംഗ് ന്യൂക്ലിയോടൈഡ് ആർ അസംബിൾഡ് ഓൺലി ഇൻ 5' to 3' direction in the leading strand. Reason, all DNA polymerase enzyme are having 5' 3' exonuclease activity. അപ്പോൾ ഇതിന്റെ ആൻസർ A ട്രൂ ആണ്, R എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അടുത്തതും ഒരു അസോഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്.
Assertion: intrinsic termination method of protein synthesis is a built-in mechanism in which the transcribed RNA itself is responsible for the transcription. Reason: in this method of chain termination, the transcript assumes a step loop formation with the help of rho factor. ഏതാണ് ഓപ്ഷൻ സി. A is true but R is false. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം വിത്ത് റെസ്പെക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, റിക്കറ്റിസിയ, വൈറസ്, ബാക്ടീരിയോഫേജസ്. അപ്പൊ നമുക്ക് നോക്കാം. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ലിവിംഗ് ഓർഗാനിസം, യൂണിസെല്ലുലാർ, മോട്ടൈൽ, മൈക്രോസ്കോപ്പിക് ആൻഡ് ഷോ റീപ്രൊഡക്ഷൻ. ഇനി റിക്കറ്റ്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി മൈക്രോ ഓർഗാനിസം എനേബിൾ ടു ഗ്രോ ഔട്ട്സൈഡ് ലിവിംഗ് സെൽ റിട്ടേൺ ബൈ ബാക്ടീരിയ ഫിൽറ്റേഴ്സ്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മച്ച് സിമിലർ, കണ്ടെയ്ൻ വൺ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്, ഡു നോട്ട് റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരസൈറ്റ്സ് ഓൺ ബാക്ടീരിയ, ഹൈലി സ്പെസിഫിക് ടു വൺ ടൈപ്പ് ഓഫ് ഹോസ്റ്റ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തൊക്കെയാണ്? പിനയസ്, മസ്ക, ടെറാറ്റുലസ്, ലിമുലസ്. അപ്പൊ ഇതിൽ നമുക്ക് ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ബുക്ക് ഗിൽസ്, ലിമുലസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പിനയസ് എന്ന് പറയുമ്പോ ഡെൻഡ്രോബ്രാങ്ക്, മസ്ക എന്ന് പറയുമ്പോ ട്രക്കിയ, ടെറാറ്റുലസ് എന്ന് പറയുന്നത് ബുക്ലങ്, ലിമുലസ് ആണ് അതും ബുക്ലങ്. ഓക്കെ, ഇനി certain proteins or mRNA are that are regionally localized within the unfertilized egg and regulate development are called, അതിനെയാണ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡിസ്പ്ലേ സൈറ്റോടോക്സിക് എഫക്ട് ഓൺ ട്യൂമർ സെൽ. അടുത്തത് എ സൈറ്റ് ഓഫ് ആക്റ്റീവ് mRNA സിന്തസിസ് ഈസ് ഏതാണ്? ബാൽബിയാനി റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Phenomenon involve gradual fading of an unrelated response to a stimulus that proved to be safe or irrelevant. അതാണ് habituation. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. റേഡിയൽ ക്ലീവേജ്, സ്പൈറൽ ക്ലീവേജ്, ബൈലാറ്ററൽ ക്ലീവേജ്, ഇറഗുലർ ക്ലീവേജ്. അപ്പൊ ഇതില് റേഡിയൽ ക്ലീവേജ് എന്ന് പറയുന്നത് എക്കിനോഡെർമേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സ്പൈറൽ ക്ലീവേജ് എന്ന് പറയുന്നത് മൊലൂസ്ക, ബൈലാറ്ററൽ ക്ലീവേജ് ആണ് അസീഡിയ, ഇറഗുലർ ക്ലീവേജ് ആണ് സീലൻട്രേറ്റ. ഓപ്ഷൻ എ. അടുത്തത് പറ്റാവോ സിൻഡ്രോം ഈസ് ഡ്യൂ ടു ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 13. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റോഡോപ്സിൻ ഇസ് ട്രൂ? ഓപ്ഷൻ ഡി. അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ ബൈ റോഡോപ്സിൻ കോസസ് ആൻഡ് ഐസോമറൈസേഷൻ ഓഫ് 11 സിസ് റെറ്റിനോൾ ടു ഓൾ ട്രാൻസ് റെറ്റിനോൾ. അടുത്തത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്ട്ലി പെയർഡ്? ഏതാണ്? എർത്തവം, പ്രോട്ടോനെഫ്രീഡിയ. അത് ഇൻകറക്ട്ലി പെയർഡ് ആണ്. ബാക്കി ഇൻസെക്റ്റിൽ മാൽപിജിൻ ട്യൂബിൾ, ഫ്ലെയിം സെൽസിൽ ഫ്ലെയിം ബൾബ് സിസ്റ്റം, ആംഫീബിയയില് കിഡ്നി. ഓക്കെ, അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? എർത്തവം, പ്രോട്ടോനെഫ്രീഡിയ. ഇനി നോസിസെപ്റ്റേഴ്സ് സെൻസ് എന്താ? നോസി റിസെപ്റ്റേഴ്സ് എന്താ സെൻസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി പെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ. സിങ്ക് ഈസ് എ കമ്പോണന്റ് ഓഫ് ആക്റ്റീവ്. ഓപ്ഷൻ എ ഇൻസുലിൻ. അപ്പൊ സിങ്ക് ഈസ് എ കമ്പോണന്റ് ഓഫ് ആക്റ്റീവ് ഇൻസുലിൻ. അടുത്തത് ഫങ്ഷൻ ഓഫ് കാൽമ്യൂഡിലിൻ ഈസ് ടു എന്തിനാണ്? ബൈൻഡ് വിത്ത് കാൽസ്യം ആൻഡ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് സെല്ലുലാർ പ്രോട്ടീൻ. അടുത്തത് എ ട്യൂമർ സപ്രസർ ജീൻ P53 ഫങ്ഷൻ ആസ് ഏതാണ്? ഓപ്ഷൻ ബി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. ഇനി കുറച്ച് മാച്ച് ദ ഫോളോയിങ് ആണ്. ടെർമിനൽ കയാസ്മ, എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ് ഓഫ് ക്രോമാറ്റിഡ്, സിനാപ്സിസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ആൻഡ് അപ്പിയറൻസ് ഓഫ് കയാസ്മ. അപ്പോ കയാസ്മയുടെ അപ്പിയറൻസ് ഡിപ്ലോട്ടിൻ. അപ്പൊ അതുകൊണ്ട് നോക്കാം. ടെർമിനൽ കയാസ്മ എന്ന് പറഞ്ഞാൽ ഡയാകൈനസിസ്. എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ഓഫ് ക്രോമാറ്റിഡ് ആണ് പാക്റ്റിൻ. സിനാപ്സിസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ആണ് സൈഗോട്ടിൻ. അപ്പിയറൻസ് ഓഫ് കയാസ്മയാണ് ഡിപ്ലോട്ടിൻ. സോ ഓപ്ഷൻ ബി. ഇനി വാട്ട് ഈസ് കീസ്റ്റോൺ സ്പീഷീസ്? എന്താണ് ഒരു കീസ്റ്റോൺ സ്പീഷീസ്? എ സ്പീഷീസ് വിച്ച് മേക്ക് അപ്പ് ഓൺലി എ സ്മോൾ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ ബയോമാസ് ഓഫ് എ കമ്മ്യൂണിറ്റി യെറ്റ് ഹാസ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് സർവൈവൽ. അപ്പൊ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുമ്പോൾ മൊത്തം എടുത്ത് നോക്കിയെങ്കിൽ ഒരു ചെറിയ പോർഷൻ ഉള്ളൂ, പക്ഷെ അതിന് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ആണ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഇനി ഹോക്സ്ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് എൻകോഡ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വിച്ച് സ്പെസിഫൈ എ പൊസിഷൻ അലോങ് ദ ആന്റീരിയർ പോസ്റ്റർ ആക്സിസ് ഇൻ വെർട്ടിബ്രേറ്റ്. അപ്പൊ ഓപ്ഷൻ എ. ഹോമിയോബോക്സ് പോളിപെപ്റ്റൈഡ് സെഗ്മെന്റ് അതെന്താ ചെയ്യുന്നത്? ബൈൻഡ് ടു DNA ആൻഡ് ആക്ടിവേറ്റ് ഓർ റെപ്രസ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ. ഷൈൻ ഡൽഗാറോ സീക്വൻസ് ഈസ് ഓൾസോ നോൺ ആസ് റൈബോസോം ബൈൻഡിംഗ് സൈറ്റ്. അടുത്തത് ബൗഗേഴ്സ് ലോ റിലേറ്റ്. ഓപ്ഷൻ ഡി ലൈറ്റ് അബ്സോർപ്ഷൻ. അടുത്തത് PBR322 വിച്ച് ഈസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആസ് വെക്ടർ ഫോർ ക്ലോണിംഗ് ജീൻ ഇൻ ഇക്കോളൈ ഈസ് അതൊരു ഓപ്ഷൻ ബി ഒരു മോഡിഫൈഡ് ബാക്ടീരിയൽ പ്ലാസ്മിഡ് ആണ്.
DNA fingerprinting process involve VNTR loci. Option C, VNTR loci. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി, SEM, സെൻട്രിഫ്യൂഗേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ മോളിക്യൂൾ. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്താണ്? എക്സാമിൻ അൺസ്റ്റെയിൻഡ് ആൻഡ് ഡിവൈഡിംഗ് സെൽ. SEMO സെൽ സർഫസ് ആൻഡ് ലാർജർ ഒബ്ജക്ട്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് സബ്സെല്ലുലാർ കമ്പോണൻസ്. ഓക്കെ. അടുത്തത് കോംപ്രിഹെൻസീവ് ഡാറ്റാബേസ് വിച്ച് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ഓൺഗോയിങ് ജീനോം പ്രോജക്ട് വേൾഡ് വൈഡ് ഈസ് GOLD. GOLD. അടുത്തത് ഇൻ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച്. ഓപ്ഷൻ എ, ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മെയിൻറ്റെയിൻ എ ഫേവറബിൾ ഡിഫ്യൂഷൻ ഗ്രേഡിയൻ അലോങ് ദ ലെങ്ത് ഓഫ് ആൻ എക്സ്ചേഞ്ച് സർഫസ്. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സൈറ്റോക്രോം ഓക്സിഡേസ്, ഫാറ്റി ആസിഡ് കോഎൻസൈം എ ലിഗേസ്, അഡിനിലൈറ്റ് കൈനേസ്, മാലേറ്റ് ഡീഹൈഡ്രോജിനേസ്. അപ്പൊ നമുക്ക് നോക്കാം. സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്നത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. ഫാറ്റി ആസിഡ് കോഎൻസൈം എ ലിഗേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. അഡിനിലൈറ്റ് കൈനേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ചേംബർ ഓഫ് മൈറ്റോകോൺട്രിയ. മാലേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. ഓരോ എൻസൈമിന്റെ ലൊക്കേഷൻസ് ആണ് ഇപ്പൊ വായിച്ചത്. ഇനി ഫോർ ക്ലാസ് 1 MHC വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? Option D, 1, 3 and 4. എന്താണ്? They are expressed on all nucleated cell. They are essential for viral antigen recognition by cytotoxic cell. The gene for HLA class 1 molecule are located on chromosome 6 and 15. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ക്ലാസ് 1 MHC എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലാണ് ഉള്ളത്. And they are essential for viral antigen recognition by cytotoxic cells. The gene for HLA class 1 molecule ഏതൊക്കെ ക്രോമസോമിലാണ് ഉള്ളത്? ക്രോമസോം 6 and 15. അടുത്തത് കിങ്ഡം പ്രോട്ടിസ്റ്റ കണ്ടെയ്ൻ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ എന്താണ് ഉള്ളത്? യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഇനി ദ മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ ഈസ് ദ പോയിന്റ് ഇൻ ഡെവലപ്മെന്റ് വെൻ. ഓപ്ഷൻ ഡി, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സൈഗോട്ട് ജീൻ ബിഗിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ ഓഫ് ദ TCA cycle is catalyzes by all of the following statement except. Option D, it causes the net synthesis of oxaloacetate from acetyl CoA. അടുത്ത ക്വസ്റ്റ്യൻ. Peyer's patches found in small intestine are. Option C, lymphatic tissue. അടുത്തത് vitamin H is also known as biotin. Option C, biotin. അടുത്തത് which of the following make it possible to calculate the pKa of any acid from molar ratio of protein donor? Option A, Henderson-Hasselbalch equation. Which of the following combination is most likely to be present before ovulation occur? ഏതാണോ? FSH, follicle, estrogen, uterine lining become thick. അടുത്തത് match the following ആണ്. Allen's rule, Glogger's rule, Bergham's rule, Jordan's rule. ഇപ്പൊ ബർഗംസ് റൂള് അനിമലിന്റെ സൈസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. അലൻസ് റൂൾ എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ. ഗ്ലോഗർ റൂൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിബ്രേ. ബർഗ്മാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് അനിമൽസ്. ജോർഡൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എക്സ്ട്രീമിറ്റീസ്. ഓപ്ഷൻ എ. താങ്ക് യു.